ഹായ് ഗൈസ്, ഇന്ന് ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ടാവും. നല്ല വെളിച്ചമുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടേക്കാണ് നടക്കണമെന്ന് ചോദിച്ചാൽ എയർപോർട്ടിലേക്കാണ്. നേരെ ഷാബി, നമ്മൾ ആരെയും വിളിക്കാൻ പോകണം. നമ്മുടെ കുടുംബത്തിലെ മറ്റൊരാളെ, നമ്മുടെ സ്വന്തം ഇർഫാനിക്കയുടെ വൈഫ് വരുന്നുണ്ട്, ഷൈമാത്ത. അപ്പോൾ ഷൈമാത്തനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഷൈമാത്ത ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഏത് എയർപോർട്ടിലേക്ക് വരുന്നത്? നമ്മുടെ മ്യൂണിക്ക് ഫ്ലഗാഫിനിക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മഴ ആയതുകൊണ്ട് കുറേ ട്രെയിനുകളൊക്കെ ക്യാൻസൽഡാണ്. എന്നാലും ചിലതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി എഴുന്നേറ്റായിരുന്നു അല്ലേ? നേരത്തെ എണീറ്റ് ഞാനൊക്കെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും വന്ന് വിളിച്ച് പാക്കായിട്ട് റെഡിയാക്കി ഇരിക്കുകയാണ്. ഇപ്പറുടെ ലൈഫിലെ അല്ലേ, നമുക്കുടെ ലൈഫിൽ അത്രയും വേണ്ടപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അല്ലേ, സത്യം പക്ഷെ ആദ്യമായിട്ട് വരികയാണ്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക്. അതേപോലെ ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് ഈ വരുന്നത്. ഇവിടെ വന്നിട്ട് 2 വർഷം ആവാറായി. അപ്പോൾ വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമാവും കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മൂപ്പര് കുറേ കടന്ന് അല്ലേ ഓടിയിട്ടൊക്കെ ഉണ്ട്. കുറേ ഓടിയിട്ടുണ്ട്. അതിൻ്റെ അത്രയും ഹാപ്പിനെസ് പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്കറിയില്ല, മൂപ്പർക്ക് അറിയുള്ളൂ അതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ. സത്യം നമ്മളതിൻ്റെ ഒരു കുറേ പാട്ടാവാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ കുറേ ഓടിയിട്ടുണ്ട്. ഇവിടെ മഴയൊക്കെ പെയ്ത് കുറച്ച് അഡ്വഞ്ചറാവും യാത്ര. എന്നാലും കുറേ കുഴപ്പമില്ല. ട്രാക്കുകളൊക്കെ മുറിച്ച് ഇങ്ങനെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തു. നേരെ ഞങ്ങളിങ്ങനെ ബസ് കയറി പോകാമെന്ന് വെച്ചു. ചില സ്റ്റേഷനിൽ നേരെ അവർ ഉമ്മറത്തുണ്ട്, അറ്റത്തിൻ്റെ അവരവിടെ ഉണ്ട്. ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിലാണ്. ഞങ്ങളൊന്ന് കുറച്ച് പുറകിൽ അവിടെ നടന്നു. ആരൊക്കെയുണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഉമ്മറത്ത് ബിമലുണ്ട്, ക്ലിൻ്റ് ഉണ്ട്, ഇർഫാനിക്ക ഉണ്ട്. നമ്മളൊരു സിഗ്നലിൽ പെട്ടുപോയി. വെച്ചൊരു സിഗ്നലിൽ പെട്ടു. നമ്മളിപ്പോൾ പിടിക്കും, ഓടിപ്പിടിക്കും. അറ്റ്ലാസ് വണ്ടി കിട്ടി ഗൈസ്. Meine Damen und Herren, herzlich willkommen im Flughafen Express nach München Flughafen Terminal über Landshut Hauptbahnhof Freising. Wir wünschen Ihnen eine angenehme Reise. ഒന്നുകൂടെ കേട്ടിട്ടുണ്ടാക്കാന് ഷാബി, നിനക്ക് മ്യൂണിക് എയർപോർട്ട് ഇപ്പോൾ തറവാട് പോലെ ആയില്ലേ? ഒരിക്കൽ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് നീ തറവാടാക്കാൻ നോക്കിയതല്ലേ? എനിക്ക് എത്ര മണിക്ക് എത്തുക? എത്തിയിട്ടുണ്ട്. ഇമിഗ്രേഷനിൽ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ലഗേജ് കിട്ടാനുണ്ട്. എത്തിക്കഴിഞ്ഞു, ആളെത്തി. ശരി, ഹാപ്പിയിലാണ്. ഇക്കയ്ക്ക് പറ്റിയ വരി എഴുതി വെച്ചേക്കുന്നത്. ഇക്കയ്ക്ക് പറ്റിയ വരി ഡീലല്ല പറഞ്ഞ വന്നു ബാഗ് കളക്ട് ചെയ്ത് അവിടെ വെയിറ്റിംഗിലാണ് കേസ്. നേരം കഴിഞ്ഞാൽ കാണാൻ പറ്റും.
അപ്പത്തൂരുന്നു, അത് ശരിയാ, അപ്പത്തൂരുന്നു. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഫോണിൽ നോക്കുന്നു, ഫോണിൽ പണിയുന്നു. താത്ത ഇവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. താത്ത ഇതുവരെയും വന്നിട്ടില്ല. ഇതോ ചിലവിടെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. എടാ അവിടെ തന്നെയാണ്, ഇമിഗ്രേഷനിൽ തന്നെയാണ് അത്ര. ഇതിനെപ്പോഴാ തൂക്കിയത്? സുജിനപ്പ തൂക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ക്യാമറ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്ലോഗറാണെന്ന് പറഞ്ഞ ഒരു മേത്തൊന്നും തൊടൂല സുജി. ഇല്ല, പൂട്ടി അകത്തിടും. ഏകദേശം ഇപ്പോൾ ഒരു 20-30 പേരെങ്കിലും പുറത്ത് പോകുന്നുണ്ടാവില്ലേ? പകുതി പേരൊക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഷാബി അവിടെ നിന്ന് കയറിയിട്ടുണ്ടാവോ? എന്തായാലും വെയിറ്റ് ചെയ്യാം. കണ്ടിട്ടുണ്ട്. ശരിയാണ് അങ്ങനെ ഇർഫാനിക്കയുടെ വൈഫ് ഞാനോ ലൈസൻസ് ഞങ്ങൾ വ്ളോഗിങ്ങിൽ ഇർഫാനിക്കയുടെ വൈഫ് അങ്ങനെ എത്തിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഹാൻസ്ബർഗ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ചേട്ടനെ താത്ത വന്നിട്ട് എന്താ സ്പെഷ്യൽ? താത്ത വന്നിട്ട് നമ്മളെ സിയാദിക്കട ഭാഗം നല്ല ഉഷാറ് ബീഫ് കറി ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓടിച്ചായിട്ട് വകയാണ് എല്ലാം
മേൽനോട്ടം, സൂപ്പർവൈസർ, ഞങ്ങളുടെ ടൈം എടുത്തേ. എന്റെ റൂമൊന്ന് വൃത്തിയാക്കിയാലും ടൈം എടുത്തേ. താത്ത വരികയായിരുന്നല്ലോ, അപ്പൊ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കുറച്ച് സമയം എടുത്തു. ഷാബിന്റെ ഏരിയ ഷാബിന്റെ ഏരിയ എന്റെ അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാരും കൊടുത്തിട്ട് അവിടെ ഡംപ് ചെയ്യണേ. അല്ല കാക്കയ്ക്ക് അറിയാം അതുപോലത്തെയാണ് ഷാബിന്റെ സ്ഥലം. ഞാൻ കാര്യം വേണ്ടേ, ഞാൻ സമ്മതിക്കില്ല. ഷാബിൻ പോയപ്പോ റൂം വൃത്തിയായിരുന്നു. അതെ, ഷാബിൻ വന്നപ്പോ എഗെയിൻ അതായിരുന്നു ഞങ്ങളുടെ. ഞാൻ സത്യം പറയട്ടെ, എന്റെ ടേബിളും എന്റെ അവിടെ എന്തൊക്കെ സാധനങ്ങൾ, ആ കുപ്പിയൊക്കെ അതൊക്കെ ആരുടെ മാറ്റി, ആ വെള്ള കളർ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ആരുടെ കുപ്പി? അല്ലല്ല, പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പ്രശ്നമല്ല. കണ്ട വീഡിയോ ഇവിടെ കഷ്ടപ്പെടാം. നാളെ മുതൽ എന്നോട് പണിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല പണിക്കൊക്കെ ആളെ കിട്ടോ കേട്ടാൻ? എന്നെ കേട്ടത് പണ്ടേ ആമസോണിൽ എല്ലാരും പിടിച്ച് കേട്ടിട്ടുണ്ട്. കണക്ഷൻ ഉണ്ട്. സിയാദൊക്കെ അറിയാതെ ഇവിടെ സത്യം കേട്ടോ. ആൾക്കാര് പറയണത് ബിനാമിന്നാണ്. ഇവിടുത്തെ ഒരു ബിനാമി ഇടപാടുകാരൻ. എല്ലാ കാര്യം ബിനാമി ഫ്രഗൻസിലെ ബിനാമി എന്നാണ് ഇപ്പൊ സിയാദിന്റെ ഒരു ഇരട്ടപ്പേര്. ചിലര് പറയുന്ന അടുത്ത് ഇമ്രാൻ അടിച്ചിടുന്നു. അതാ ഇമ്രാനൊക്കെ താഴെ പോയില്ലേ? അത് ഓടിച്ചക്കനെയാണ്. അതെ, പണ്ടപ്പോഴും ഓടിച്ചക്കൻ ഷാനിക്കുട്ടനെ നമ്മൾ ഇപ്പോൾ ഷൈമന്താത്തിനെയും ഇർഫാനിക്കിനെയും നേരെ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തി ഇഷ്ടപ്പെട്ട് നേരെ ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു. ഞാനുണ്ട്, ഷാബിയുണ്ട്, സിയാദുണ്ട്, ജാടയുണ്ട്. അതിന് ജാട ആദ്യം നമ്മുടെ റൂമിലേക്കാണ്ടോ വന്നത്. എന്നിട്ട് നേരെ ഫുഡ് കഴിച്ചു നേരെ അവരുടെ റൂമിൽ പോയി. ഇനി അവരവിടെ സെറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. നല്ല റൂം. പിന്നെ അവിടെ തന്നെ കുറേ മലയാളീസും കാര്യങ്ങളും എല്ലാവരും. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. നേരെ ഇപ്പം ബാൻ ഓഫിന് നിൽക്കുകയാണ്. നേരെ റൂമിൽ പോയിട്ട് പോട്ടെ കേസ്, ഒന്ന് ഉറങ്ങണം. ശരി കേസ്, ബൈ.